ഹലോ ഫ്രണ്ട്സ്, രാവിലെ ഉറക്കനീറ്റ് വണ്ടി ഒന്ന് തുടയ്ക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഒരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഉം, പൂച്ച കയറി വണ്ടിയുടെ സീറ്റിൽ കിടന്ന് സീറ്റ് മൊത്തം കുളമായി. ചെറിയൊരു പണി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. ഞാൻ ഇന്നലെ ഇത് എന്നും എടുത്ത് മാറ്റിയിടുന്നു. വണ്ടിയുടെ പ്ലാറ്റ്ഫോമിന്റെ ഇവിടെയൊക്കെ ഒരുമാതിരി പൊള്ളി പൊള്ളി ഇളകി തുടങ്ങി. ഞാൻ അതുകൊണ്ട് ബ്ലാക്ക് പെയിന്റ് ഞാൻ അന്ന് അടിഭാഗം അടിച്ച കുത്തുപ്പര ഇവിടെ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു കുത്ത് 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 കുത്തായിട്ട് ഒരുമാതിരി ചൊറി പിടിച്ച പോലെ ഇരിക്കുകയാണ്. പൊള്ളി ഇളകി പോയി. സംഭവം മഴയത്ത് നമ്മൾ വണ്ടി ഓടിച്ചിട്ട് മാറ്റ് അങ്ങനെ ഇട്ടിരുന്നത്, ഞാൻ കുറച്ച് ദിവസം അങ്ങനെ ഇട്ടിരുന്നു. പിന്നെയാണ് ഞാൻ ഇളക്കിയിടാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുമാതിരി കുത്ത് 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 കുത്തായിട്ട് അവിടെ അങ്ങനെ വന്നത്. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ബാക്കിലെ ബമ്പർ ഇളകി. കമ്പനിക്കാര് കോപ്പന്മാര് തരണത് അവന്മാര് വെച്ച് തരണ ബമ്പർ എന്ന് പറഞ്ഞാൽ ലോക്കൽ ബമ്പറാണ്. ഞാൻ അതിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരുന്ന്, അതിൽ ഫിറ്റ് ചെയ്തത് ഞാൻ നോക്കി, ഒരു ദിവസം നോക്കിയപ്പം ഇവിടെ നിന്ന് പൊട്ടി, ഈ ഭാഗത്തു നിന്ന് പൊട്ടി. പിന്നെ ഞാൻ വലിച്ചോടിച്ചിങ്ങി എടുത്ത് അതിന് വെൽഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അവനെങ്കിലും ഭ്രാന്തന്മാര് കൊണ്ട് വണ്ടി കൊണ്ട് ഇടിച്ച് കയറിത്തരി. വാർഡില് നല്ല മര്യാദയ്ക്ക് പോകാത്തത് ആട്ടോക്കാരെന്നാണ് പറയണത്. പക്ഷെ നമ്മളെ വണ്ടി കൊണ്ട് വെച്ചിടിക്കുന്നത് എല്ലാം ബൈക്കാരന്മാരും കിഴങ്ങന്മാരും കാറുകാരന്മാരും ഒക്കെയാണ്. അതിനൊന്നും വേറെ കുഴപ്പമില്ല, അതൊന്നും ആരും പറയേയില്ല. അങ്ങനെ വണ്ടിയുടെ സൈഡെല്ലാം തുരുമ്പ് കയറി തുടങ്ങി. ജസ്റ്റ് ഈ സൈഡൊക്കെ ചെറിയ ചെറിയ തുരുമ്പുകളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ ഇവിടെ കറുത്ത പെയിന്റ് അടിച്ച്, എന്നാലും എന്താ ഇവിടെ നിന്നൊക്കെ പുള്ളി ഇളകിയിട്ടുണ്ട്. ഈർപ്പം നിൽക്കണതാണെന്ന് തോന്നുന്നു. ഞാൻ ലൈറ്റ് ഒരു സമയമാവും വണ്ടി കൊണ്ടിടുമ്പോഴേ. അങ്ങനെ തുരുമ്പ് കയറി തുടങ്ങി ഗ്യാസ്. നിങ്ങളതുകൊണ്ട് മാറ്റൊന്നും വണ്ടിയിൽ മഴ സമയത്തൊന്നും മാറ്റൊന്നും ഇട്ടിരിക്കല്ലേ. മാറ്റൊക്കെ വണ്ടി ഇട്ടിരുന്ന വണ്ടിയിൽ തുരുമ്പ് കയറാൻ ചാൻസ് ഉണ്ട്. സംഭവം ഈർപ്പായാലും തന്നെ ഇരിക്കും. അതിനുശേഷമാണ് ഞാൻ പിന്നെ മാറ്റൊക്കെ എടുത്ത് മാറ്റി. ഇപ്പം ഇവിടെ ഈർപ്പമൊക്കെ മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഇതിലിപ്പം നമ്മൾ മഴ സമയത്ത് വണ്ടി ഓടുമ്പോൾ ഇതിന്റെ പ്ലാറ്റ്ഫോമിന്റെ പുറത്ത് ഈർപ്പം നിൽക്കും, അതിന്റെ പുറത്ത് മാറ്റും കിടക്കും. മാറ്റ് കിടക്കുമ്പോൾ ഈർപ്പം വണ്ടിയിൽ തന്നെ നല്ലതായിട്ട് പിടിച്ച് ഒരു തുരുമ്പ് കയറാൻ തുടങ്ങും. അതുകൊണ്ട് മാക്സിമം വണ്ടിക്കകത്ത് ഈർപ്പം പിടിക്കാതിരിക്കാൻ മാറ്റൊന്നും ഇട്ട് കളയല്ലേ. പ്ലാറ്റ്ഫോം പെട്ടെന്ന് ചെത്ത് ഒടിഞ്ഞു പോവും. കട്ടിയില്ലാത്ത കട്ടിയില്ലാത്ത പണ്ടത്തെ വണ്ടിക്കാണെങ്കിൽ നല്ല കട്ടിയുള്ള തകിടാണ്. ഇപ്പോൾ ഉള്ളതിലൊക്കെ പേപ്പർ പോലത്തെ തകിടാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, ചപ്പിപ്പോണ പരുവത്തിനാണ് തകിടുകൾ ഇരിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഡബിൾ കോട്ട് എന്നൊക്കെയാണ് പറയണത്. തുരുമ്പ് കയറിയത് തന്നെ. എൻ്റെ ഒരു കോട്ടാണെങ്കിലും തുരുമ്പ് കയറിയത് തന്നെ. അങ്ങനെ ഇവിടെയൊക്കെ തുരുമ്പ് കയറി തുടങ്ങി. എന്താ ഇവിടുത്തെ പെയിന്റ് എല്ലാം ഇളകി തുടങ്ങി. വണ്ടി എടുത്തിട്ട് ഇപ്പം 5-6 മാസമേ ആയുള്ളൂ. അതിനിടയ്ക്ക് വണ്ടിയുടെ പെയിന്റും അതും ഇതൊക്കെ ഇളകി തുടങ്ങി. ഈ സ്ഥാനത്ത് കാറൊക്കെ എങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്തോ. പ്ലാറ്റ്ഫോമൊക്കെ ഒരു പിടുത്തമില്ല, എവിടെയൊക്കെ ഇളകി തുടങ്ങി. അങ്ങനെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ CNG അടിക്കുന്ന ഈ ഭാഗം തന്നെ. ഞാൻ എപ്പോഴും എന്നും തുറക്കണ ഭാഗമാണ്. തുരുമ്പ് കണ്ട മൊത്തം ഒരു സൈഡ് മൊത്തം ഈ കവറിങ് കൊട്ടിരിക്കുന്നതുകൊണ്ട് ഇതിന്റെ സൈഡും അടിഭാഗമൊക്കെ നല്ല തുരുമ്പ് കയറിയിട്ടുണ്ടെന്നാണ് എനിക്ക് എൻ്റെ ഒരു കണക്ക് കൂട്ടല്. എന്ന് വെച്ചാൽ ഇത് 2 വർഷം പോണതിന് മുമ്പേ വണ്ടി മിക്കവാറും പൊത്തിങ്ങി താഴെ വരുമെന്ന് തോന്നുന്നു. ഇത് ഈ കവറിങ് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് തുറന്ന് നോക്കാൻ പോലും പറ്റൂല. കണ്ടില്ലേ, ഇതിന്റെ അകത്തോട്ടൊക്കെ വെള്ളം കയറിയാ നമുക്ക് അറിയാൻ പോലും പറ്റൂല. ഈ സൈഡ് പിന്നെയും നമുക്ക് കുഴപ്പമില്ല. ഈ സൈഡ്, അപ്പുറ സൈഡാണെങ്കിൽ ഒട്ടും പറ്റൂല. അപ്പുറ സൈഡ് മൊത്തം കവർ ചെയ്താണ് വെച്ചിരിക്കുന്നത്. തുരുമ്പ് കയറാൻ ബെസ്റ്റ്. തുടയ്ക്കാനും പറ്റത്തില്ല, ഒന്നിനും പറ്റത്തില്ല. പിന്നെ ഞാൻ ഇപ്പൊ ചെയ്യണേന്ന് വെച്ചാ മെയിനായിട്ട് ഒരു കുപ്പിയിൽ ഓയിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഓയിൽ വാങ്ങിച്ച് വണ്ടിയുടെ സൈഡ് അതേപോലെ വണ്ടിയിൽ ഓയിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ തുമ്പിൽ ഹോളിട്ട് തുടച്ചതിന് ശേഷം ഒന്ന് ഓയിൽ അടിച്ചിടും. അപ്പോഴത്തേക്കും വെള്ളം കൂടുതൽ അതിൽ തങ്ങി നിൽക്കില്ല, നിന്നാലും വലിയ വിഷയം വരില്ല. വണ്ടി കുറച്ചും കൂടെ സേഫ്റ്റിയാണ്. അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമൊക്കെ ചെത്ത് കുത്തങ്ങ് പോകും. 2 വർഷമാകുമ്പോൾ തന്നെ അടുത്ത പ്ലാറ്റ്ഫോം വെട്ടി മാറേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഈ ബജാജിന്റെ വണ്ടി മാത്രമല്ല, എല്ലാ വണ്ടിക്കും ഉള്ള കംപ്ലൈന്റ് തന്നെ. നമ്മൾ സൂക്ഷിച്ചാലേ നമ്മളെ വണ്ടി നമുക്ക് ഇതേപോലെ കിട്ടത്തുള്ളൂ. വണ്ടിയുടെ പിന്നെ
ഇതെല്ലാം ഒരുമാതിരി കളറ്, ടാപ്പിന്റെ കളറൊക്കെ മാറി വേറെ കളറൊക്കെ ആയി തുടങ്ങി ടാപ്പൊക്കെ. യെല്ലോ കളർ അല്ലെങ്കിലും അഴുക്ക് പെട്ടെന്ന് ആകർഷിക്കുന്ന കളറല്ലേ. അങ്ങനെ പെട്രോൾ ടാങ്കിന്റെ ഇവിടെയും ചെളി അടിച്ച് മൊത്തം കയറിയാണ്. ഈ ടാങ്കിന്റെ ഈ മോൾ ഭാഗം മൊത്തം ചെളി അടിച്ച് കയറുന്നു. മഴ സമയത്ത് മൊത്തം അലിമ്പ് തന്നെ. മഴ അലിമ്പെന്നല്ല, എന്നാലും ഓട്ടോറിക്ഷക്കാർക്ക് ഇത്തിരി പാട് തന്നെ. ഉള്ള വെള്ളം എല്ലാം തങ്ങി നിന്ന് രാത്രി ചിലപ്പം ലേറ്റായിട്ടൊക്കെ പറഞ്ഞവര് മേറ്റായിൽ തന്നെ ഇട്ടിരിക്കും. മേറ്റായിൽ ഇട്ടിരുന്ന പണി ഉറപ്പാണ്. അല്ലെങ്കിൽ ഓയിൽ അടിച്ചിടുക. വണ്ടിയുടെ പ്ലാറ്റ്ഫോമിന്റെ പിറവും അടിഭാഗവും ഒക്കെ ഓയിൽ അടിച്ചിട്ട് സർവീസിന് കൊടുക്കുമ്പോൾ ഓയിലൊക്കെ അടിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ടാ കുറച്ചും കൂടെ ലൈഫ് കിട്ടും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളെ വണ്ടിക്ക് ഇങ്ങനെയൊക്കെ കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ, എങ്കിൽ നമുക്കറിയാമല്ലോ. ഇത് എന്റെ ഈ ഒരു വണ്ടിക്ക് മാത്രമല്ല, മിക്ക വണ്ടിക്ക് ഈ ഒരു അവസ്ഥ വരുന്നതാണ്. പ്ലാറ്റ്ഫോമിലൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കംപ്ലൈന്റുകളൊക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ബൈ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക.